വിവാഹനിശ്ചയം കഴിഞ്ഞ് വിവാഹത്തിന് മുൻപുള്ള ആ കാലയളവ് ഒന്ന് ആലോചിച്ചു നോക്കൂ. ഓരോ നിമിഷവും എത്രമാത്രം പ്രിയപ്പെട്ടതായിരുന്നു. ആ സമയത്ത് പരസ്പരം വിളിക്കാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും സ്നേഹം പ്രകടിപ്പിക്കാനും നമുക്ക് 100 നാവായിരുന്നു. എന്നാൽ വിവാഹം കഴിഞ്ഞ് ജീവിതത്തിന്റെ തിരക്കുകളിലേക്ക് നമ്മൾ നടന്നു കയറുമ്പോൾ പലപ്പോഴും കൈമോശം വരുന്നത് ആ പഴയ സ്നേഹപ്രകടനങ്ങളാണ്. ഉത്തരവാദിത്തങ്ങളും ജീവിത സാഹചര്യങ്ങളും മാറുന്നതോടെ പലരും ആ പഴയ സ്നേഹവാക്കുകളെ അങ്ങ് മാറ്റിവെക്കുന്നു. പലരും ഇന്ന് പങ്കാളിയോട് സ്നേഹം പ്രകടിപ്പിക്കാൻ വലിയ മടി കാണിക്കുന്നുണ്ട്. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് എന്നോ ഐ ലവ് യു എന്നോ ഒക്കെ പറയാൻ പലരും മടിക്കുന്നത് അതൊക്കെ അവർക്ക് മനസ്സിലായി കാണും എന്ന അനാവശ്യമായ ചിന്ത കൊണ്ടാണ്. പക്ഷേ സ്നേഹം എന്നത് മനസ്സിൽ മാത്രം ഒതുക്കി വെക്കാനുള്ളതല്ല, അത് ഇടയ്ക്കിടെ പങ്കുവെക്കേണ്ടതാണ്. വിവാഹശേഷം നിങ്ങൾ പലപ്പോഴും പറയാതെ പോയ ആ ചെറിയ വാക്കുകളൊന്ന് പറഞ്ഞു നോക്കൂ. തിരക്കുകൾക്കിടയിൽ അവരെ സ്നേഹത്തോടെ ഒന്ന് വിളിക്കൂ, അല്ലെങ്കിൽ മനസ്സ് തുറന്ന് ഒന്ന് സംസാരിക്കൂ. നിങ്ങൾ നൽകുന്ന ആ ചെറിയ പരിഗണന അവർക്ക് നൽകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. നിങ്ങൾ ഇത്രയും നാൾ പറയാൻ മടിച്ച ആ വാക്കുകൾ ഇന്ന് അവരോടൊന്ന് പറഞ്ഞു നോക്കൂ. വിവാഹശേഷം നമ്മുടെ ജീവിതം കടന്നുപോകുമ്പോൾ നിങ്ങളിൽ പലരും പങ്കാളിയോട് പറഞ്ഞു കാണില്ല, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് എന്നോ ഐ ലവ് യു എന്നോ. ഇത് പറയാൻ നിങ്ങൾ മടിക്കുകയാണ്. നിങ്ങൾ ഇതൊന്ന് പറഞ്ഞു നോക്കൂ, മാറ്റം കാണാം. നിന്നെ കാണാൻ ഭംഗിയുണ്ട് എന്നോ നീ സുന്ദരിയായിരിക്കുന്നു എന്നോ നമ്മുടെ നാവിൽ നിന്ന് കേൾക്കുമ്പോൾ അവർക്ക് എത്ര പറഞ്ഞാലും തീരാത്ത സന്തോഷമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊന്ന് പറഞ്ഞു നോക്കൂ. നമ്മൾ കല്യാണത്തിന് മുൻപല്ല, കല്യാണം കഴിഞ്ഞാണ് പ്രേമിച്ചു തുടങ്ങേണ്ടത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ മാറ്റമാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് നേരിട്ട് തന്നെ കാണാൻ സാധിക്കും. പങ്കാളിക്ക് നൽകുന്ന ആ സ്നേഹനിർഭരമായ വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ സുന്ദരവും ദൃഢവുമാക്കും. നമുക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ആ ചെറിയ നിമിഷങ്ങളാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം.